സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മത്സരാർത്ഥിയുടെ വീട് കലോത്സവ വേദിയായി മാറി. വാസ്കുലൈറ്റിസ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കാസർഗോഡ് പടന്നയിലെ സിയ ഫാത്തിമ വേദന കടിച്ചമർത്തിയാണ് നിശ്ചയദാർഢ്യത്തോടെ മത്സരത്തിൽ പങ്കെടുത്തത്. കുടുംബവും അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പും സിയയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ പിറന്നത് കലോത്സവത്തിലെ പുതുചരിത്രമാണ്. സിയ ഫാത്തിമയുടെ വീട്ടിൽ നിന്നും എം സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 64 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് മറ്റൊരു ചരിത്രം കൂടി കുറിച്ച ദിനമാണ്. തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പടന്നയിലെ ഒരു വീട് കൂടി സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായിരിക്കുകയാണ്. സിയ ഫാത്തിമ എന്ന കുട്ടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി രോഗം ബാധിച്ച് ഈ ചികിത്സയിൽ ക്വാറന്റൈനിൽ കഴിയുമ്പോഴും മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതുകയും വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക ഉത്തരവിലൂടെ സിയ ഫാത്തിമയെ അറബിക് പോസ്റ്റർ രചനാ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നു. കേരള യുവജനോത്സവത്തിൻ്റെ ഒരു വലിയ ചരിത്രം തന്നെയാണിത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ സിയ ഫാത്തിമയുടെ കുടുംബം എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിൽ കൂടിയാണ്. കാരണം വളരെ വിജയകരമായ മത്സരം സിയ പൂർത്തീകരിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്തിലൂടെ അല്ലേ? അതെ. പക്ഷേ അവർക്ക് വേദന ഉണ്ടെങ്കിലും മത്സരം കൃത്യസമയത്ത് പൂർത്തിയാക്കി വളരെ നന്നായി വരച്ചു. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തെഴുതുകയായിരുന്നു. അതെ. കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത അവർ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന് നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവർ തന്നെയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. വളരെ സ്വപ്നമായിരുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്നത്. അത് നിറവേറാൻ സാധിച്ചതിൽ വളരെ ഹാപ്പി. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് തന്നെ പല ഇതുമാതിരിയുള്ള ചിത്രരചനയും ഡാൻസും എല്ലാത്തിനും മത്സരിക്കാറുണ്ട്. എല്ലാത്തിനും സമ്മാനം കിട്ടാറുണ്ട്. ഏതായാലും ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെയുണ്ട്, AU ഉൾപ്പെടെയുള്ള ആളുകൾ. ഇത് വിദ്യാഭ്യാസ വകുപ്പിന് കൂടി വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് അല്ലേ? അതെ, അത് കാരണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയാം, കഴിവുള്ള ഒരു കുട്ടികൾ പോലും ഒരിക്കലും ഒഴിവായി പോരുത്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമോ മറ്റ് ബുദ്ധിമുട്ടോ കാരണം എല്ലാവർക്കും അവസരം കിട്ടുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ ഈ ഒരു കേസ് വളരെ ഡിസർവിങ് ആണെന്ന് മന്ത്രി തലത്തിലും അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് തലത്തിലും കണ്ടെത്തുകയും ഇന്നലെ തന്നെ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങളോട് അക്കമിട്ട് എണ്ണി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം തന്നെ ടെക്നിക്കലായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥാപനമായ കൈറ്റ് ഇവിടെ വൈകുന്നേരം ഒരുക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അതിനുള്ള പെർമിഷൻ നമ്മുടെ തൃശ്ശൂർ കലോത്സവ വേദിയിൽ നിന്ന് കിട്ടുകയും ഇന്ന് ഏകദേശം മത്സരത്തിന് മുമ്പ് ഒരു 10 മണിയോടുകൂടി കുട്ടിക്ക് മത്സരിക്കാനുള്ള കോഡ് അനുവദിക്കുകയും സിയ ഫാത്തിമയ്ക്ക് വേണ്ടുന്ന മത്സരത്തിന് വേണ്ടുന്ന മറ്റ് മെറ്റീരിയൽസ് ഞങ്ങൾ സപ്ലൈ ചെയ്യുകയും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് റൂമിൽ ഒരുക്കിയത് കൊണ്ട് നമുക്ക് ഈ മത്സരം ഗംഭീരമായി തന്നെ നടത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും നല്ല വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു മത്സരം തീരുന്നിടം വരെയും വളരെ വേദന ഉള്ളിൽ കടിച്ചമർത്തിയെങ്കിലും മത്സരം ഒരു സമയം പോലും റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് വേദനയാണ് എന്ന് വിചാരിച്ചിരിക്കാൻ ആ ഒരു സമയം കളയാതെ തന്നെ പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് നല്ലൊരു വർക്കാണ്. ആ കുട്ടിക്ക് നല്ലൊരു സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കൂൾ തലത്തിൽ പഠന സ്കൂളിലെ HM അധ്യാപകർ പിന്നെ മറ്റെല്ലാവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ നമുക്ക് നിർഭാഗ്യവശാൽ ഇനി ആർക്കും ഒരു തരത്തിലും ഒരു ശാരീരിക വൈകല്യമൊന്നും വരാതിരിക്കട്ടെ. എല്ലാ കുട്ടികൾക്കും എല്ലാവിധം ആയിട്ടുള്ള പ്രചോദനവും സിയ ഫാത്തിമയിൽ നിന്ന് കിട്ടട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഇങ്ങനെ മുന്നിലൊരു മാതൃകയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരാശങ്കയുണ്ടായിരുന്നു. മത്സരം പൂർത്തിയായപ്പോൾ അത് ആശങ്കകളൊക്കെ മാറി അല്ലേ? തീർച്ചയായും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട DOയുടെ നേതൃത്വത്തിലും അതേപോലെ തന്നെ എല്ലാവരുടെയും മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഇവിടെ ക്രമീകരിക്കാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിച്ചു. ഇതിൽ എടുത്തു പറയേണ്ടത് ദിയയുടെ നിശ്ചയദാർഢ്യം തന്നെയാണ്. തീർച്ചയായും ആ കുട്ടിയുടെ ആഗ്രഹത്തോടൊപ്പം ലോകം മുഴുവനും ഒരുമിച്ച് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികമാവില്ല. ആ രീതിയിലാണ് കുട്ടി ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ പരിശീലന ഘട്ടത്തിൽ പോലും സ്റ്റേറ്റിൽ നിന്ന് 1ാം സ്ഥാനം നേടുക, A ഗ്രേഡ് നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിനുശേഷം ഈ അസുഖം ബാധിച്ച സമയത്ത് നമ്മളെല്ലാവരും ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇങ്ങനൊരു ലെറ്റർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തുകയും നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു നേട്ടം
കൂടി ആ കുട്ടിയുടെ അടുത്തേക്ക് സംസ്ഥാന കലോത്സവം തന്നെ വീട്ടുമുറ്റത്തിലേക്ക് എത്തിയ കേരളത്തിലെ ആദ്യ ചരിത്രം കൂടിയാണിത്. ഇത് തീർച്ചയായും അത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനോടും നമ്മുടെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോടും അതേപോലെ തന്നെ വിശിഷ്യ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറിനോടും എന്നും കടപ്പെട്ടിരിക്കും എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കാം. ഏതായാലും സിയ ഫാത്തിമയുടെ ഈ ആഗ്രഹം നിറവേറ്റിയതിൽ പങ്കുവഹിച്ച ആളുകളാണ് എൻ്റെ പിന്നിൽ കാണുന്നവർ. അവരുടെ അധ്യാപകർ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ സിയ ഫാത്തിമയുടെ കുടുംബാംഗങ്ങൾ, അവരുടെ അടുത്തുള്ള അയൽവാസികൾ, അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു മത്സരത്തിൽ സിയയുടെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒപ്പം നിന്നവരാണ്. ഏതായാലും ഇത് കലോത്സവത്തിൻ്റെ ഒരു ചരിത്രത്തിൽ കൂടി അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറിയിരിക്കുകയാണ്. കാസർഗോഡ് പടന്നയിൽ നിന്നും എം സന്തോഷ്.